വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം ഇന്ന് ധ്യാനിക്കാം. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് യോഹന്നാൻ ആളയക്കുകയാണ്, വരാനിരിക്കുന്ന ക്രിസ്തു നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ കേട്ടറിഞ്ഞ് യോഹന്നാൻ അന്വേഷിക്കുകയാണ് ക്രിസ്തു തന്നെ ആണോ എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി ആളെ അയക്കുന്നു. യേശു അവരോട് ഞാൻ തന്നെയാണെന്നോ ഞാൻ അല്ല എന്നോ അല്ലെങ്കിൽ പിന്നീട് ഞാൻ പറയാമെന്നോ എന്നും ഒന്നുമല്ല പറയുന്നത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും എന്താണോ അത് പോയി പറയുക. അതിൽ നിന്ന് യോഹന്നാൻ മനസ്സിലാക്കും ഞാൻ ക്രിസ്തുവാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന്. യേശുവിൻ്റെ പ്രവൃത്തികളാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തെ പ്രകടമാക്കുന്നത് എന്ന് അർത്ഥം. യേശുവിൻ്റെ പ്രവൃത്തികൾ അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, മുടന്തന്മാർക്ക് നടക്കാൻ പ്രാപ്തി നൽകുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നു, ബധിരർക്ക് കേൾവി നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദരിദ്രരോട് യേശു സുവിശേഷം പ്രസംഗിക്കുന്നു. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും നമുക്ക് വിലയിരുത്താം. അവ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്നതാണോ? നടക്കുവാൻ ശക്തിയില്ലാത്തവരെ നടക്കാൻ പ്രാപ്തരാക്കുന്നതാണോ? അശുദ്ധിയുള്ളവരെ ശുദ്ധരാക്കുന്നതാണോ? കേൾവി കുറവുള്ളവരെ നന്നായി കേൾക്കുവാൻ പ്രാപ്തരാക്കുന്നതാണോ? മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവൻ്റെയും ഉയർപ്പിൻ്റെയും അനുഭവത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതാണോ? നാം സുവിശേഷം പ്രസംഗിക്കുന്നത് ദരിദ്രരോടാണോ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നാം യേശുവിൻ്റെ തന്നെ പ്രവൃത്തികളിൽ പങ്കുകാരാകുന്നു. അല്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് എന്തോ കുറവുണ്ട് എന്ന് അർത്ഥം. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുകയും യേശുവിനോട് സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. യേശുവിനോട് സ്നേഹത്തിൽ നാം ഐക്യപ്പെട്ടിരിക്കുമ്പോൾ യേശു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടേതുമാകും. എല്ലാ പ്രവൃത്തികളിലും നമുക്കും പങ്കുചേരാൻ പറ്റും. അതുപോലെ തന്നെ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ യേശു സന്നിഹിതനാവുകയും അവിടുന്ന് അവിടുത്തെ പ്രവൃത്തികൾ നമ്മിലൂടെ ചെയ്യുകയും ചെയ്യും.